വനിതാ ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ ജഡ്ജിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഭാരതീയ അഭിഭാഷക പരിഷത്ത്. സംഭവം വിവാദമായതോടെ ആരോപണ വിധേയനായ ജഡ്ജിയെ ഹൈക്കോടതി ജഡ്ജി സ്ഥലം മാറ്റിയിരുന്നു. എന്നാൽ ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് അഭിഭാഷക പരിഷത്തിന്റെ ആവശ്യം. കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജി ഷുഹൈബിനെതിരെയാണ് പരാതി. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, എന്ത് പരാതിയാണ് ഇയാൾക്കെതിരെ ഉയർന്നത്? തുടർന്ന് എടുത്ത നടപടി പോരാ എന്ന് ഭാരതീയ അഭിഭാഷക പരിഷത്ത് ആവശ്യപ്പെടുന്നു. എന്താണ് വിവരങ്ങൾ? കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജി ഷുഹൈബാണ് കോടതി ജീവനക്കാരിയെ കടന്നു പിടിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിനെതിരെ വലിയ പ്രതിഷേധം കോടതി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് ജില്ലാ ജഡ്ജിയുടെ ചേംബറിൽ വെച്ച് ഈ പരാതിക്കാരിയെയും ആരോപണ വിധേയനായിട്ടുള്ള അഡീഷണൽ ജില്ലാ ജഡ്ജിയെ വിളിച്ചു വരുത്തി മറ്റൊരു മുതിർന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വെച്ച് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ആരോപണ വിധേയനായ അഡീഷണൽ ജില്ലാ ജഡ്ജി ഷുഹൈബിനെ കൊണ്ട് ഈ പരാതിക്കാരിയായ ജീവനക്കാരിയോട് മാപ്പ് പറയിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇത്തരത്തിലൊരു നടപടി ജില്ലാ ജഡ്ജി തന്നെ സ്വീകരിക്കുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുക എന്ന കാര്യം ഉയർത്തിപ്പിടിച്ചാണ് ഇപ്പോൾ അഭിഭാഷക പരിഷത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ആരോപണ വിധേയനായിട്ടുള്ള അഡീഷണൽ ജില്ലാ ജഡ്ജിയെ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ കൂടെ പോയി അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അഭിഭാഷക പരിഷത്ത് മുന്നോട്ടേക്ക് വെക്കുന്നത്. ഈ ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഹൈക്കോടതി രജിസ്ട്രാർ വിഷയത്തിൽ ഇടപെടുകയും ആരോപണ വിധേയനായിട്ടുള്ള ഈ അഡീഷണൽ ജില്ലാ ജഡ്ജിയെ വടകരയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള നടപടി മതിയാവില്ല, കൃത്യമായ നിയമ നടപടിയിൽ കൂടി തന്നെ ഈ വിഷയം കൊണ്ടുപോകേണ്ടതുണ്ട്. ആ രീതിയിൽ കിട്ടുന്ന ശിക്ഷ ഈ ആരോപണ വിധേയനായിട്ടുള്ള അഡീഷണൽ ജില്ലാ ജഡ്ജി ഫോറിന് കൊടുക്കണമെന്നൊരു കാര്യമാണ് ഇപ്പോൾ അഭിഭാഷക പരിഷത്ത് പറയുന്നത്. ഓക്കെ, ശരി ഗോകുൽ.